ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് വിഷയാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ ബൈബിൾ വായന 140 ദിവസം. ദാവീദിൻ്റെ വിജയകീർത്തനം. ഇന്നേ ദിവസം നമ്മൾ സാമുവേലിൻ്റെ 2-ാം പുസ്തകം 22-ാം അധ്യായം, ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 27-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 41 എന്നിവ വായിക്കുന്നു. ദാവീദിനെ സാവൂളിൻ്റെ പിടിയിൽ നിന്നും മറ്റ് ശത്രുക്കളുടെ പിടിയിൽ നിന്നും ദൈവം വിമോചിപ്പിച്ച ദിവസം കർത്താവിൻ്റെ മുമ്പിൽ ദാവീദ് ആലപിച്ച വിജയകീർത്തനമാണ് ഇന്ന് നാം ശ്രവിക്കുന്നത്. ഉന്നതമായ പാറയും അഭയം തരുന്ന കോട്ടയും വിമോചകനുമാണ് ദൈവമെന്ന ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ബോധ്യമുണ്ടായിരുന്ന ദാവീദ് സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതും ദൈവം ദാവീദിനെ കൈപിടിച്ച് സഹായിക്കുന്നതും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 22-ാം അധ്യായം. ദാവീദിൻ്റെ വിജയകീർത്തനം. കർത്താവ് ദാവീദിനെ അവൻ്റെ സകല ശത്രുക്കളുടെയും പിടിയിൽ നിന്നും സാവൂളിൻ്റെ പിടിയിൽ നിന്നും വിമോചിപ്പിച്ച ദിവസം അവൻ കർത്താവിനോട് ഈ ഗീതത്തിലെ വചനങ്ങൾ മൊഴിഞ്ഞു. അവൻ പറഞ്ഞു, കർത്താവാണ് എൻ്റെ ശിലയും എൻ്റെ ദുർഗവും എനിക്കുള്ള വിടുതലും, ഞാൻ അഭയം തേടുന്നവനായ എൻ്റെ പാറയായ ദൈവവും, എൻ്റെ പരിചയം, എൻ്റെ രക്ഷയുടെ കൊമ്പും എൻ്റെ കോട്ടയും, എൻ്റെ പലായന സ്ഥാനവും എൻ്റെ രക്ഷകനും. അങ്ങനെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. സ്തുത്യനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ശത്രുക്കളിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു. മൃദു തരംഗങ്ങൾ എന്നെ വലയം ചെയ്തു. വിനാശത്തിൻ്റെ പ്രവാഹങ്ങൾ എന്നെ കീഴ്പ്പെടുത്തി. പാതാളപാശങ്ങൾ എന്നെ ചുറ്റി. മരണക്കുരുക്കുകൾ എന്നെ നേരിട്ടു. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് ഞാൻ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ആലയത്തിൽ നിന്ന് അവിടുന്ന് എൻ്റെ സ്വരം കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലുണ്ട്. ഭൂമി കുലുങ്ങി വിറച്ചു. ആകാശങ്ങളുടെ അടിസ്ഥാനങ്ങൾ ക്ഷോഭിച്ചു. അവിടുത്തേക്ക് കോപമുണ്ടായതിനാൽ അവ കുലുങ്ങി. അവിടുത്തെ നാസികയിലൂടെ പുകയുയർന്നു. അവിടുത്തെ വായിൽ നിന്ന് അഗ്നി കത്തിപ്പടർന്നു. അവിടുന്നിൽ നിന്ന് കനലുകൾ ആളിക്കത്തി. ആകാശങ്ങൾ ചായ്ച്ച് അവിടുന്ന് ഇറങ്ങി വന്നു. അവിടുത്തെ കാലുകൾക്ക് കീഴെ കാർമേഘമായിരുന്നു. കെരൂബിന്മേൽ സവാരി ചെയ്ത് അവിടുന്ന് പറന്നു. കാറ്റിൻ്റെ ചിറകുകളിൽ അവിടുന്ന് പ്രത്യക്ഷനായി. അവിടുന്ന് തനിക്ക് ചുറ്റും അന്ധകാര പന്തലുകൾ ചമച്ചു. ജലസമാഹാരമായ വാനമേഘങ്ങൾ അവിടുത്തെ മുമ്പിലെ തേജസ്സിൽ നിന്ന് തീക്കനലുകൾ ജ്വലിച്ചു. കർത്താവ് ആകാശങ്ങളിൽ നിന്ന് ഇടിമുഴക്കി. അത്യുന്നതൻ തൻ്റെ ശബ്ദം പുറപ്പെടുവിച്ചു. അവിടുന്ന് മിന്നൽ പിണർ അമ്പുകളായി അയച്ച് അവരെ ചിതറിച്ചു, അവരെ പായിച്ചു. കർത്താവിൻ്റെ ശാസനത്താൽ അവിടുത്തെ നാസികയുടെ ഉച്ഛ്വാസവായുവാൻ സമുദ്രത്തിൻ്റെ ഉൾച്ചാലുകൾ ദൃശ്യമായി. ഉലകാടിത്തറകൾ അനാവൃതമായി. ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് തന്നെ എടുത്തു. പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് തന്നെ പൊക്കിയെടുത്തു. എൻ്റെ ബലിഷ്ഠ ശത്രുവിൽ നിന്നും എൻ്റെ വിദ്വേഷകരിൽ നിന്നും അവിടുന്ന് തന്നെ മോചിപ്പിച്ചു. എന്തെന്നാൽ അവർ എന്നേക്കാൾ ശക്തരായിരുന്നു. എൻ്റെ ദുർദിനത്തിൽ അവർ എന്നെ എതിരിട്ടു. എന്നാൽ കർത്താവ് എനിക്ക് ആലംബമായിരുന്നു. അവിടുന്ന് എന്നെ വിശാല സ്ഥലത്തേക്ക് ആനയിച്ചു. എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചു. എൻ്റെ നീതിക്കൊത്തവിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് തിരികെ തന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ വഴികൾ ഞാൻ കാത്തു സൂക്ഷിച്ചു. എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ തിന്മ ചെയ്ത് അകന്നില്ല. എന്തെന്നാൽ അവിടുത്തെ സകല ന്യായവിധിയും എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അവിടുത്തെ ചട്ടങ്ങളിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. അവിടുത്തേക്ക് ഞാൻ തികവുറ്റവനായിരുന്നു. എൻ്റെ കുറ്റത്തിൽ നിന്ന് ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചു.
എൻ്റെ നീതിക്കൊത്ത് അവിടുത്തെ കൺമുമ്പിൽ എൻ്റെ നിഷ്കളങ്കതയ്ക്കൊത്ത് കർത്താവ് എനിക്ക് തിരികെ തന്നു. കാരുണികനോട് അങ്ങ് കാരുണ്യം കാട്ടുന്നു. തികവുറ്റ വീരനോട് അങ്ങ് തികവോടെ പെരുമാറുന്നു. പവിത്രനോട് അങ്ങ് പവിത്രത പുലർത്തുന്നു. വക്രബുദ്ധിയോട് അങ്ങ് കുശാഗ്രബുദ്ധി കാട്ടുന്നു. വിനീത ജനത്തെ അങ്ങ് രക്ഷിക്കുന്നു. ഗർവിഷ്ഠർക്കെതിരെ അങ്ങയുടെ നയനങ്ങൾ താഴ്ത്തുന്നു. കർത്താവെ, അങ്ങ് തീർച്ചയായും എൻ്റെ ദീപമാണ്. കർത്താവ് എൻ്റെ അന്ധകാരം ദീപ്തമാക്കുന്നു. തീർച്ചയായും അങ്ങ് വഴി ഞാൻ സൈന്യനിര ഭേദിക്കും. എൻ്റെ ദൈവം വഴി ഞാൻ കോട്ട ചാടിക്കടക്കും. സ്വന്തം വഴി പരിപൂർണമായവനാണ് ദൈവം. കർത്താവിൻ്റെ ഉദ്ധീരണം പുടഭാഗം ചെയ്യപ്പെട്ടതും തന്നിൽ ആശ്രയിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് പരിചയമാണ്. കർത്താവ് ഒഴികെ ഉറപ്പായി ഏതു ദൈവമുണ്ട്? നമ്മുടെ ദൈവമൊഴികെ ശില ഏതാണുള്ളത്? ദൈവമാണ് എൻ്റെ സുശക്ത ദുർഗം. എൻ്റെ മാർഗം അവിടുന്ന് തികവോടെ നയിക്കുന്നു. അവിടുന്ന് എൻ്റെ കാലുകളെ മാൻപേടകൾക്ക് സമം ക്രമവൽക്കരിച്ചു. എൻ്റെ ഉന്നതഗിരികളിൽ എന്നെ നിർത്തി. എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധത്തിനായി പരിശീലിപ്പിച്ചു. എൻ്റെ കരങ്ങളെ അവിടുന്ന് പിച്ചള വില്ല് കുലയ്ക്കാനിടയാക്കി. അങ്ങയുടെ രക്ഷയുടെ പരിച അങ്ങെനിക്ക് നൽകിയിരിക്കുന്നു. അങ്ങയുടെ ദീനദയാലുത്വം എന്നെ അഭിവൃദ്ധിപ്പെടുത്തി. എൻ്റെ ചുവടടി അങ്ങ് വിശാലമാക്കി. എൻ്റെ കണങ്കാലുകൾ വഴുതിയതുമില്ല. എൻ്റെ ശത്രുക്കളെ ഞാൻ പിന്തുടർന്ന് നശിപ്പിച്ചു. അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല. ഞാൻ അവരെ സംഹരിച്ചു. എഴുന്നേൽക്കാത്ത വിധം അവരെ ഞാൻ തകർത്തു. അവർ എൻ്റെ കാൽക്കീഴിൽ നിബന്ധിച്ചു. യുദ്ധത്തിനായി അങ്ങനെ ശക്തി അണിയിച്ചു. എൻ്റെ പ്രതിയോഗികളെ എനിക്ക് കീഴിൽ മുട്ടുകുത്തിച്ചു. എൻ്റെ ശത്രുക്കളുടെ പിടലി അങ്ങ് എനിക്ക് തന്നു. എന്നെ വെറുക്കുന്നവരായതിനാൽ അവരെ ഞാൻ നശിപ്പിച്ചു. അവർ ചുറ്റും നോക്കി, എന്നാൽ രക്ഷകനില്ലായിരുന്നു. കർത്താവിൻ്റെ നേർക്കും, എന്നാൽ അവിടുന്ന് അവർക്ക് ഉത്തരമേകിയില്ല. നിലത്തെ പൂഴി പോലെ ഞാൻ അവരെ പൊടിച്ചു. തെരുവുകളിലെ ചെളി പോലെ അവരെ ചവിട്ടിക്കുഴച്ചു. എൻ്റെ ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് അങ്ങ് എന്നെ മോചിപ്പിച്ചു. ജനതകളുടെ തലവനായി അങ്ങെന്നെ പരിപാലിച്ചു. എനിക്ക് അപരിചിതമായ ജനം എന്നെ സേവിച്ചു. വിജാതിയർ എന്നോട് അതിവിനയം കാട്ടി. കർണശ്രുതിമാത്രയിൽ അവർ എന്നെ അനുസരിച്ചു. വിദേശീയർക്ക് ധൈര്യമറ്റു. തങ്ങളുടെ കോട്ടകളിൽ നിന്ന് അവർ കെട്ടുകെട്ടി. കർത്താവ് ജീവിക്കുന്നു. എൻ്റെ ശില വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ രക്ഷയുടെ ശിലയായ ദൈവം ഉത്തുംഗനായിരിക്കട്ടെ. എനിക്ക് വേണ്ടി പകരം വീട്ടുന്ന ദൈവം ജനങ്ങളെ എൻ്റെ കീഴിലേക്ക് ആക്കുന്നവനും എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ പുറത്തെത്തിക്കുന്നവനുമാണ്. എൻ്റെ പ്രതിയോഗികളിൽ നിന്ന് അങ്ങനെ ഉയർത്തി. അക്രമികളിൽ നിന്ന് അങ്ങനെ വിമോചിപ്പിച്ചു. ആകയാൽ കർത്താവെ, ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. അങ്ങയുടെ നാമത്തിന് ഞാൻ കീർത്തനം ആലപിക്കും. തൻ്റെ രാജാവിൻ്റെ വിജയങ്ങൾ അവിടുന്ന് മഹത്വമുറ്റതാക്കുന്നു. തൻ്റെ അഭിഷിക്തനോട് അവിടുന്ന് കരുണ കാണിക്കുന്നു. ദാവീദിനോടും അവൻ്റെ സന്തതിയോടും എന്നേക്കും. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 27-ാം അധ്യായം. സേനാനായകന്മാർ. രാജാവിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി മാസാമാസം തവണകളായി വർഷത്തിലെ ഓരോ മാസവും വന്നുപോയിരുന്ന ഇസ്രായേലരുടെ പിതൃത്തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമായവരുടെ എണ്ണം ഓരോ ഗണവും 24,000 പേർ. ആദ്യ മാസത്തിനായുള്ള 1-ാം ഗണത്തിൻ്റെ മേൽ സബ്ദിയേലിൻ്റെ പുത്രൻ യഷോബയാം ആയിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. പെരസ്യരിൽ നിന്ന് ഒരുവനായിരുന്നു ആദ്യ മാസത്തിനായുള്ള സൈന്യ നേതാക്കന്മാർക്കെല്ലാം തലവൻ. അഹോഹ്യനായ ദോദായായിരുന്നു 2-ാം മാസത്തിലെ ഗണത്തിൻ്റെ മേൽ. അവൻ്റെ ഗണത്തിൻ്റെ പ്രമാണി മിക്ലോത്തായിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. 3-ാം മാസത്തിനുള്ള 3-ാം സൈന്യത്തിൻ്റെ അധിപൻ മുഖ്യപുരോഹിതനായ യഹോയാദായുടെ പുത്രൻ ബനായ ആയിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. ഇവനാണ് 30 പേരിൽ ശക്തനും 30 പേരുടെ നായകനുമായ ബനായ. അവൻ്റെ പുത്രൻ അമിസാബാദിൻ്റെ ചുമതലയിലായിരുന്നു അവൻ്റെ ഗണം. 4-ാമത്തേത് 4-ാം മാസത്തിന് യോവാബിൻ്റെ സഹോദരൻ അസഹേലായിരുന്നു. അവന് പിറകെ അവൻ്റെ പുത്രൻ സെബാദിയായും. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. 5-ാമത്തേത് 5-ാം മാസത്തിനുള്ള അധിപൻ ഇസ്രാഹ്യനായ ഷംഹുത്തായിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. 6-ാമത്തേത് 6-ാം മാസത്തിന് തെക്കോവുകാരനായ ഇക്കേഷിൻ്റെ പുത്രൻ
ഈറായായിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. ഏഴാമത്തേത് 7-ാം മാസത്തിന് എഫ്രാമ്യരിൽ നിന്ന് ഉള്ള പെലവൻകാരനായ ഹെലേസയായിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. എട്ടാമത്തേത് 8-ാം മാസത്തിന് സെറഹ്യനായ കുഷാത്തുകാരൻ സിബെക്കായിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. ഒമ്പതാമത്തേത് 9-ാം മാസത്തിന് ബെഞ്ചമിന്യനായ അനത്തോത്തിലെ അബിയേസർ ആയിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. പത്താമത്തേത് 10-ാം മാസത്തിന് നെത്തോഫാത്തുകാരനായ സെറാഹ്യൻ മഹറായിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. 11-ാമത്തേത് 11-ാം മാസത്തിന് എഫ്രാമ്യനായ പിറത്തോൻകാരൻ ബനായ ആയിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. 12-ാമത്തേത് 12-ാം മാസത്തിന് നെത്തോഫാത്തുകാരനായ ഒത്തിനിയേലിയൻ ഹെൽദായി ആയിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. ഗോത്ര നേതാക്കൾ. ഇസ്രായേൽ ഗോത്രങ്ങളുടെ മേൽ റൂബന് നേതാവായി സിക്രിയുടെ പുത്രൻ എലിയസർ, ശെമയോന് മാഹായുടെ പുത്രൻ ഷഫാത്തിയ, ലേവിക്ക് കെമുവേലിൻ്റെ പുത്രൻ ഹഷാബിയ, അഹ്റോന് സാദോക്ക്, യൂദായ്ക്ക് ദാവീദിൻ്റെ സഹോദരരിൽ നിന്ന് എലീഹു, ഇസാക്കറിന് മിഖായേലിൻ്റെ പുത്രൻ ഓമ്രി, സെബൂലൂണിന് ഒബാദിയായുടെ പുത്രൻ ഇഷ്മായിയ, നഫ്താലിക്ക് അസ്രിയേലിൻ്റെ പുത്രൻ എറോമോത്ത്, എഫ്രൈമ്യർക്ക് അസാസിയായുടെ പുത്രൻ ഹോഷയ, മനാസയുടെ ഗോത്രപാതിക്ക് പെദയായുടെ പുത്രൻ ജോയൽ, ഗിലിയാദിലുള്ള മനാസയുടെ ഗോത്രപാതിക്ക് സക്രിയയുടെ പുത്രൻ ഇദ്ദോ, ബെഞ്ചമിന് അപ്നേറിൻ്റെ പുത്രൻ യാസിയേൽ, ദാനിന് യെറോഹാമിൻ്റെ പുത്രൻ അസ്രേൽ. ഇവരാണ് ഇസ്രായേൽ ഗോത്രങ്ങളുടെ നേതാക്കന്മാർ. ദാവീദ് 20 വയസ്സും താഴോട്ടുമുള്ളവരുടെ എണ്ണമെടുത്തില്ല. കാരണം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഇസ്രായേലിനെ വർദ്ധിപ്പിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു. സെരൂയായുടെ പുത്രൻ യോവാബ് കണക്കെടുക്കുന്നത് ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കിയില്ല. ഇങ്ങനെയായിരുന്നിട്ടും ഇസ്രായേലിന് മേൽ ക്രോധമുണ്ടായി. ജനസംഖ്യാ കണക്ക് ദാവീദ് രാജാവിൻ്റെ ദിനവൃത്താന്ത കണക്കിൽ കയറിയിട്ടില്ല. മേൽനോട്ടക്കാർ. രാജഭണ്ഡാരങ്ങളുടെ മേൽനോട്ടം അദിയേലിൻ്റെ പുത്രൻ അസ്മാവത്തിനായിരുന്നു. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും വയലുകളിലും ഗോപുരങ്ങളിലുമുള്ള സംഭരണശാലകളുടെ മേൽനോട്ടം ഉസിയായുടെ പുത്രൻ ജോനാഥനായിരുന്നു. കിലൂബിൻ്റെ പുത്രൻ എസ്രിക്കായിരുന്നു പാടത്തെ ജോലി, അതായത് നിലത്തെ പണി ചെയ്യുന്നവരുടെ മേൽനോട്ടം. മുന്തിരിത്തോട്ടങ്ങളുടെ മേൽനോട്ടം റാമാത്തുകാരനായ ഷിമേയിക്കും. ഷിഫ്മുകാരനായ സബ്ദിക്കായിരുന്നു മുന്തിരിത്തോട്ടങ്ങളിലുള്ള വീഞ്ഞറകളുടെ മേൽനോട്ടം. ഷെഫലാത്താഴ്വരയിലെ ഒലിവുകളുടെയും സിക്കമൂറുകളുടെയും മേൽനോട്ടം ഗേദർകാരൻ ബാൽഹനായിരുന്നു. ഒലിവെണ്ണ സംഭരണശാലകളുടെ മേൽനോട്ടം യവാഷിനായിരുന്നു. ഷാരോനിൽ മേയുന്ന കന്നുകാലികളുടെ മേൽനോട്ടം ഷാരോൻകാരൻ ഷിർത്തായിക്കായിരുന്നു. താഴ്വരകളിലെ കന്നുകാലികളുടെ മേൽനോട്ടം അദ്ലായിയുടെ മകൻ ഷാഫാത്തിനും. ഇസ്മായിലുകാരൻ ഒബീലിനായിരുന്നു ഒട്ടകങ്ങളുടെ മേൽനോട്ടം. പെൺകഴുതകളുടെ മേൽനോട്ടം മൊറോണോത്തുകാരനായ യക്ദേനിയായിക്കും. ആട്ടിൻപറ്റത്തിൻ്റെ മേൽനോട്ടം ഹഗ്രിക്കാരൻ എസ്സീസിനായിരുന്നു. ഇവരെല്ലാമായിരുന്നു ദാവീദ് രാജാവിനുണ്ടായിരുന്ന സമ്പത്തിൻ്റെ ചുമതലക്കാർ. ദാവീദിൻ്റെ അമ്മാവനായ ജോനാഥൻ പണ്ഡിതനായ ഉപദേഷ്ടാവായിരുന്നു. അവനായിരുന്നു കാര്യദർശിയും. ഹക്മോനിയുടെ പുത്രൻ യഹിയേൽ രാജകുമാരന്മാരുടെ തോഴനായിരുന്നു. അഹിത്തോഫൽ രാജാവിൻ്റെ ഉപദേഷ്ടാവായിരുന്നു. അർക്യനായ ഹുഷായി രാജാവിൻ്റെ മിത്രമായിരുന്നു. അഹിത്തോഫലിന് ശേഷം ബനയായുടെ പുത്രൻ യഹോയാദായും അബിയാദറും ആയിരുന്നു ഉപദേഷ്ടാക്കൾ. യോവാബായിരുന്നു സേനാനായകൻ. സങ്കീർത്തനങ്ങൾ 41. ദീനദയാലുത്വവും ദീർഘായുസ്സും. ഗായിക നേതാവിന് ദാവീദിൻ്റെ കീർത്തനം. ദരിദ്രനോട് പരിഗണനയുള്ളവൻ ഭാഗ്യവാൻ. കഷ്ടതയുടെ നാളിൽ അവനെ കർത്താവ് രക്ഷിക്കും. കർത്താവ് അവനെ കാക്കുകയും ദീർഘായുസ്സുള്ളവനാക്കുകയും ഭൂമിയിൽ അനുഗ്രഹീതനാക്കുകയും ചെയ്യും.
അവിടുന്ന് അവനെ ശത്രുക്കളുടെ ആർത്തിക്ക് വിട്ടുകൊടുക്കുകയില്ല. കർത്താവ് അവന് രോഗശയ്യയിൽ ശക്തി പകരും. രോഗാവസ്ഥയിലുള്ള അവൻ്റെ കിടപ്പെല്ലാം അങ്ങ് മാറ്റിക്കൊടുക്കും. ഞാൻ പറഞ്ഞു, കർത്താവെ, എന്നിൽ കനിയണമേ, എൻ്റെ ആത്മാവിനെ സുഖപ്പെടുത്തണമേ. എന്തെന്നാൽ ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് തിന്മ പറയുന്നു. അവൻ മരിക്കുന്നതും അവൻ്റെ നാമം നശിക്കുന്നതും എപ്പോൾ? എന്നെ കാണാൻ വരികയാണെങ്കിൽ അവൻ്റെ ഹൃദയം വ്യാജം സംസാരിക്കുന്നു. അവൻ ദോഷം സ്വരൂപിച്ച് പുറത്തുപോയി പ്രസംഗിക്കുന്നു. എന്നെ വെറുക്കുന്നവരെല്ലാം ഒന്നടങ്കം എനിക്കെതിരെ പിറുപിറുക്കുന്നു. എനിക്ക് തിന്മയായത് അവർ എനിക്കെതിരെ നിരൂപിക്കുന്നു. മാരകമായതെന്തോ അവനെ പിടികൂടിയിരിക്കുന്നു. അവൻ കിടന്നുപോയി ഇനി എഴുന്നേൽക്കുകയില്ല. ഞാൻ ആശ്രയിച്ചവനും എൻ്റെ അപ്പം ഭക്ഷിച്ചവനുമായ എൻ്റെ സ്നേഹിതൻ പോലും എനിക്കെതിരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. കർത്താവായ അങ്ങ് എന്നിൽ കനിഞ്ഞ് എന്നെ എഴുന്നേൽപ്പിക്കണമേ. ഞാൻ അവരോട് പകരം ചോദിക്കട്ടെ. എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം നേടാത്തതുകൊണ്ട് അങ്ങനിൽ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഞാൻ നിഷ്കളങ്കനായതിനാൽ അങ്ങനെ താങ്ങുകയും എന്നേക്കുമായി അങ്ങയുടെ സന്നിധിയിൽ നിലനിർത്തുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ, ആമേൻ.